നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പോ, ശരണമയ്യപ്പോ, ശരണമയ്യപ്പോ. മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ ശരണം വിളിക്കുകയായിരുന്നു. തൃശൂരിൽ ഇക്കുറി BJP സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ എത്തുമ്പോൾ അവരുടെ വിജയസാധ്യത എന്താണ് എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ട്. രാഷ്ട്രീയത്തിന് ഉപരിയായി വികസനത്തെ സ്വപ്നം കാണുന്ന, നാട്ടിൽ സമാധാനവും ഐശ്വര്യവും വികസനവും പ്രതീക്ഷിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ രാഷ്ട്രീയത്തിലുപരിയായി വോട്ട് ചെയ്യും. തീർച്ചയായും ആ വോട്ടുകളെല്ലാം സ്വാംശീകരിക്കപ്പെടും. പത്മജ വേണുഗോപാൽ ജയിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്നും അദ്ദേഹം വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അപ്പോഴാണ് അദ്ദേഹം ശരണം വിളിച്ചത്. അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താനില്ല, അഥവാ അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ജനങ്ങൾ അത് കൂടി വച്ചിട്ടായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുക. അവർ കൃത്യമായി തന്നെ അപ്പോൾ ശരണം വിളിക്കും. ആ ശരണം വിളികൾ വോട്ടുകളായി മാറും. ആ വോട്ടുകൾ എങ്ങനെയാണ് BJPക്ക് അനുകൂല ഘടകമായി മാറുക എന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. തൃശൂരിൽ പത്മജ വേണുഗോപാലിന്റെ വിജയത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഇവിടെ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് വിജയസാധ്യത? ഞാൻ വന്നപ്പോഴൊക്കെ എന്താണ് വിജയസാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പത്മജ ചേച്ചി മത്സരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇത്തവണ ഒരു ഉറപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഫലവത്താക്കണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും. അല്ല, അങ്ങനെ ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ജയിക്കാം, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ ജയിച്ചത്. അല്ല, കഴിഞ്ഞ തവണ സുരേഷേട്ടൻ വന്നപ്പോഴാണ് അവർ തോറ്റത്. ഇത്തവണ സുരേഷ് ഞാനും തോറ്റില്ലേ? അല്ല, അത് തോറ്റു. ഞാനും തോറ്റില്ലേ? അപ്പൊ അതിലൊന്നും കഴിഞ്ഞ തവണ അതിന് മുന്നലത്തെ തവണ എന്നൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യം വിലയിരുത്തി ജനങ്ങൾക്കൊരു സഞ്ചയ നീക്കമുണ്ട്. അവരുടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് പൊളിറ്റിക്സിന് അതീതമായിട്ട് ജനങ്ങൾ, വോട്ടേഴ്സ് ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട്. അതാണ് ഇവിടെ അട്ടിമറി വിജയമായി ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഒരുപക്ഷെ നരേന്ദ്രമോദി നയിക്കുന്ന NDA സഖ്യത്തിന് ഇവിടെ ബലമാകാൻ പോകുന്നത്. അത് തന്നെയാണ്. അല്ല, അങ്ങനൊന്നും എന്നോട് ചോദിക്കരുത്. അവരുടെ ഒന്നും മനസ്സ് എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കാലികമായിട്ട് പ്രസക്തമായ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെയോ ഇന്നലത്തെയോ അല്ല. നാളെ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന വോട്ടറുടെ ഒരു പുതിയ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ജനാധിപത്യത്തിൽ, ഞാൻ ജയിച്ചു വന്നപ്പോഴെന്താണ് പറഞ്ഞത്? ഒരു അരാഷ്ട്രീയം വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അവരിനി ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും, ഇപ്പൊ കാണുന്നില്ലേ എന്താണ് ഈ പടലപ്പിണക്കം അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്, അതിൽ നിന്ന് തിരിഞ്ഞ് ബ്രാഞ്ചസ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ അരാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന വോട്ടിംഗ് ജനതയുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സത്യസന്ധരായ ഒരു പറ്റം ആൾക്കാർ ഒത്തുകൂടുന്നത്. ആ ദിശയിലേക്ക് വോട്ടേഴ്സിന്റെ നിശ്ചയം ഓടിയെത്തും. ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വാമിയേ ശരണമയ്യ, സ്വാമിയേ ശരണമയ്യ.